കേരളത്തിലെ ജാതീയത അല്ല ഇന്ത്യയിൽ മൊത്തത്തിലെടുക്കുമ്പോൾ കേരളത്തിൻ്റെ ചിത്രം വ്യത്യസ്തമാണ് എന്ന് ഞാൻ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. ഈ ബ്രാഹ്മണർ ഇന്ന് കേരള സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ദേ ആർ നോട്ട് റെലവൻറ്റ്. അവർക്ക് സാമൂഹിക രംഗത്തോ അധികാര രംഗത്തോ അവരുടെ പ്രഹരശേഷിയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സമ്പത്തോ അവരുടെ കയ്യിലിരിക്കുന്ന ഭൂമിയോ അവരുടെ തൊഴിൽ രംഗത്തെ സ്വാധീനമോ നിയമസഭയിലെ സ്വാധീനമോ ഭരണരംഗത്തെ സ്വാധീനമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ജാതിയാണ് ഇപ്പോൾ കേരളത്തിലെ ബ്രാഹ്മണ സമൂഹം. അത് വസ്തുതയായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ജന്മിത്വം എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതെല്ലാം ചരിത്രമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അങ്ങനെ അല്ലാതിരിക്കുകയും അതൊരു സ്ട്രഗിളിങ് കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നിരന്തരമായി ഇങ്ങനെ ഭാഷ ചെയ്യുക, നിരന്തരമായി അധിക്ഷേപിക്കുക, അവരെ വർഗീയമായിട്ടും ട്രൈബലായിട്ടും അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു പുരോഗമന രാഷ്ട്രീയം ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇറ്റ് ഈസ് പോസിബിളി ദ മോസ്റ്റ് റിഗ്രസീവ് പൊളിറ്റിക്സ്. പക്ഷേ ഇത് ആളുകൾ ഒരു സൗകര്യം എന്നുള്ള നിലയിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് എത്താനോ ഉള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പൊളിറ്റിക്കലി അവരൊരു ഓൾമോസ്റ്റ് ഒരു ഡെഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആളുകൾ സ്വന്തം വീര്യം കാണിക്കാനും പുരോഗമന തുറ കാണിക്കാനും ബ്രാഹ്മണർക്കെതിരെ കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേരളത്തിൽ. അത് വളരെ വസ്തുതാവിരുദ്ധമാണ്, റിഗ്രസീവാണ്, അങ്ങേയറ്റം അപലപനീയമാണ്. ഈ ജാതി എന്ന് പറയുന്നത് ബ്രാഹ്മണൻ താഴോട്ട് ഉരുട്ടിവിടുന്ന ഒരു ബോളാണെന്ന് കരുതരുത് കേട്ടോ. 1% അല്ലെ 1.5% വരുന്ന ബ്രാഹ്മണൻ താഴെ നിന്ന് മേളിലോട്ട് ഉരുട്ടിവിടുന്ന ഒരു ബോളാണ് ജാതി എന്ന് കരുതരുത്. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓസ്മോസിസ്, എല്ലാ രീതിയിലുള്ള ഹൊറിസോണ്ടലും ഉണ്ട്, വെർട്ടിക്കലും ഉണ്ട്. മേളിൽ നിന്ന് താഴോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടുമുണ്ട് ജാതി. ഒരു ജാതിയിൽ തന്നെ ഭിന്ന വിഭാഗങ്ങളുണ്ട്. ഇത് ഒരാൾ അല്ല ഒരു വിഭാഗം ഒരു ജാതിക്കാരെ വിചാരിച്ചാൽ നടക്കുന്നല്ല. ഇതൊരു സംഘനൃത്തമാണ്, ഇതൊരു കൂട്ടുനാടകമാണ്. ജാതിക്കൊലകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജാതി ഇത് കാണിക്കുന്ന എപ്പോഴും നമ്മൾ നോക്കൂ ആരാണ്. നമ്മൾ കരുതിയിരുന്ന സവർണന്റെ പുളിച്ചതായിട്ടാണ് ജാതി എന്നാണ്. ഒരിക്കലും അല്ല. അത് ശ്രീനാരായണ ഗുരു വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പന് അത് ബോധ്യം വന്നില്ലെന്നേ ഉള്ളൂ. ഗുരു പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മണനുള്ള ജാതിബോധത്തെക്കാൾ കൂടുതൽ പുലയനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായ അളവിലെങ്കിലും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ മാത്രമേ ഇത് വ്യവസ്ഥയായിട്ട് പോവുള്ളൂ. എങ്ങനെയാണ് കീഴാളനും മേലാളനും ഉണ്ടാകുന്നത്? അങ്ങനെ മനുഷ്യർ ചിന്തിക്കുമ്പോൾ മാത്രമാണ്. താനൊരു കീഴാളനാണെന്നൊരു കീഴാളന് പറയണമെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു ധാരണ, ഒരു തെറ്റിദ്ധാരണ, ഒരു അന്ധവിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അയാളെ സ്വയം അങ്ങനെ വിശേഷിപ്പിക്കില്ല. താനൊരു മേലാളനാണെന്ന് വേറൊരാൾ പറയണമെങ്കിലും അങ്ങനെ ഒരു അന്ധവിശ്വാസം അയാൾ പേർന്നുണ്ടാവും. ജാതി അങ്ങനെ വൺ വേ ട്രാഫിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമല്ല. അത് കറൻസി പോലെയാണ്. നിങ്ങൾ എൻ്റെ 10 രൂപ തന്നാൽ ഞാനത് വാങ്ങിക്കണമെങ്കിൽ ആ 10 രൂപയ്ക്ക് വില നിങ്ങൾ കൽപ്പിക്കുന്ന വില ഞാനും കൽപ്പിച്ചെങ്കിലേ ഞാനത് വാങ്ങിക്കുള്ളൂ. അല്ലേ? കാസ്റ്റ് ഈസ് എ കറൻസി. അത് പരസ്പരം വിനിമയം ചെയ്യുന്നവരുടെ ഇടയിലുള്ള അംഗീകാരമാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. നിങ്ങൾ ആ സപ്ലൈ ലൈൻ എവിടെ മുറിക്കുന്നു അതവിടെ തീരും. ഇറ്റ്സ് ബേസിക്കലി എ സൂപ്പർസ്റ്റിഷൻ. അതാണ് നിങ്ങളുടെ ഈ ജാതിയും പേരിക്കൊണ്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ ജാതി പറയുമ്പോൾ അവർ എന്താണെന്ന് പോലും അറിയാതെ നിങ്ങളുടെ പേരിൻ്റെ ഭാഗമായിട്ടെന്ന് അവർ കരുതും. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് വേറൊരു പ്രശ്നമാവും. കൺസെപ്ച്വലായിട്ടുള്ള പെർസെപ്ഷണലായിട്ടുള്ള പ്രശ്നമാണിത്. പക്ഷേ ഇതിനെ അങ്ങനെയൊന്നും അല്ല. ഇതൊരു സത്യമാണ്, ശാശ്വത സത്യമാണ്, ജഗത് സത്യമാണ്. തേച്ചാലും പോവില്ല, തൂത്താലും പോവില്ല. അങ്ങനെയാണോ? എത്രയോ പേരെ തേക്കാതെയും തൂക്കാതെയും പോയിരിക്കുന്നു. അത് പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചു നോക്കേ. ഇന്ന് സെമറ്റിക് റിലീജിയനുള്ള പലരും ഹിന്ദു മതത്തിലെ പല ജാതികളിൽ നിന്നും മതങ്ങളിൽ നിന്നും കൺവേർട്ട് ചെയ്ത് വന്നവരല്ലേ കൂടുതലും കേരളത്തിൽ. അവരെയൊക്കെ 5-6 ജാതികൾക്ക് മുന്നിൽ അവരാരായിരുന്നെന്ന് ഇന്നത്തെ തലമുറയോട് ഒന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾ തേച്ചിട്ട് പോയതാണോ, തൂത്തിട്ട് പോയതാണോ? അവർക്കും ജാതിപരമായിട്ടൊരു ജീനിയോളജി ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ പറയുന്നത് എന്താണ്? ഇത് ഒരു രീതിയിലും പോവില്ല. ഇതൊരു സത്യമാണ്. എന്ത് സത്യം? ഇതിനെങ്ങനെ പൊലിപ്പിച്ചും വീർപ്പിച്ചും ആളുകളെ നിരന്തരമായിട്ട് തമ്മിലടിപ്പിച്ചും സ്പർദ്ധ ഉണ്ടാക്കി. ശ്രീനാരായണ ഗുരുവിനെ മാത്രം വായിച്ചാൽ മതി. പക്ഷേ സഹോദരൻ അയ്യപ്പനെ വായിക്കരുത് കേട്ടോ. സഹോദരൻ അയ്യപ്പനെ വായിച്ചാൽ അത് ദുരന്തമായിട്ട് മാറും. ജാതി പറയണം, പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ജാതി പറയണം. ചില സമയങ്ങളിൽ ജാതി പറയേണ്ടി വരും. സംവരണത്തിന് ജാതി പറഞ്ഞെങ്കിലേ സംവരണം കിട്ടൂ, ജാതി കാണിച്ചെങ്കിലേ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. സംവരണത്തിന് ജാതി പറഞ്ഞെങ്കിലേ കിട്ടൂ. ജാതി പറയണം, പ്രവർത്തിക്കണം എന്ന് മാത്രമല്ല അയ്യപ്പൻ പറഞ്ഞത്. ജാതി ചിന്തിക്കണം എന്ന് പറഞ്ഞ മഹാനാണ് അയ്യപ്പൻ. ജാതി ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു അബോമിനബിൾ ആക്റ്റാണ്. അബോമിനബിൾ, ഏറ്റവും ദുഷിച്ച പ്രവൃത്തിയാണ് ജാതി ചിന്തിക്കുക എന്ന് പറയുന്നത്. ജാതി ചിന്തിക്കുക എന്ന് പറയുകയും അങ്ങനെ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്ന ആൾ ഒരുപക്ഷെ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം എടുത്താൽ അതിൽ ഏറ്റവും ഡെസ്പിക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത ആളെന്നേ പറയാൻ സാധിക്കും. അതാണ് നമ്മുടെ നവോത്ഥാനമൊക്കെ അങ്ങനെയാണ് എടുക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അറ്റ്ലീസ്റ്റ് യു റീഡ് അംബേദ്കർ. അംബേദ്കറൊക്കെ ഇത്തരം ടീമുകളുടെ നിലപാടുകളൊക്കെ കണ്ടിരുന്നെങ്കിലുണ്ടല്ലേ, അംബേദ്കറുടെ സ്വതസിദ്ധമായ ശൈലിയിൽ വലിച്ചു കീറിയനെ.
ഇന്നത്തെ നവീന അംബേദ്കറുകളോടും എനിക്ക് തന്നെ പറയാനുള്ളത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താണെന്ന് പറയുന്ന അത് അദ്ദേഹത്തെ എങ്കിലും വായിക്കുക, അനൈലേഷൻ ഓഫ് കാസ്റ്റ് എങ്കിലും വായിക്കുക. എന്നിട്ട് ഈ ജാതി ഒലിപ്പിച്ച് സമൂഹത്തിൽ പരസ്പരം സ്പർദ്ധയും ഇതൊക്കെ കളയേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. എന്തെങ്കിലും പോസിറ്റീവ് നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. എന്തെങ്കിലും നവോത്ഥാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പെറുക്കിയെടുത്താണ് നമ്മൾ മുന്നിൽ കാണിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഇതിനെ തകർക്കുന്ന എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ പ്രസ്താവനകളോ അത് പൊക്കിയെടുത്ത് ബിംബവൽക്കരിച്ചല്ല കാണിക്കേണ്ടത്. ഞാൻ ഈ അടുത്ത കണ്ടുകൊണ്ട് ഈ ആൾ ഏതോ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ കഥ വെച്ച് സംവരണ സാഹിത്യം എഴുതുകയാണ്. നോക്കൂ, ആ കഥാപാത്രം വന്ന് ഇങ്ങനെ പറഞ്ഞു, അതിങ്ങനെയാണ്, അതുണ്ട്. ഈ കഥയെന്ന് പറയുന്ന ഒരുത്തനിരുന്ന് തിരക്കഥ എഴുതിയതാണ്. അവന് വേണ്ട ഒരു ആശയം പ്രകടിപ്പിക്കാനായിട്ട് അവൻ തിരക്കഥ എഴുതിയതാണ് ആ സിനിമ വന്നത്. അത് ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്ന് ആഗ്രഹമുള്ളവനായിരിക്കും സംവിധായകൻ. അതുകൊണ്ട് സമൂഹത്തിന് കാൽക്കാശിന്റെ ഗുണമില്ല, അവന്റെ തിയറി മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് വെച്ചാണ് ഇവിടെ ജാതി ഉണ്ടെന്ന് തെളിയിക്കുക. ഇന്ത്യയിലായാലും കേരളത്തിലായാലും ജാതി എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷേ കേരളത്തിലെ സ്ഥിതി വളരെ വളരെ ഭേദമാണ്. ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി എന്ന് പറയുന്നത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒരുപാട് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടി ഇട്ട് അവിയലാക്കേണ്ടത് അത് വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെ ജാതി പോലെ അല്ല കേരളത്തിലെ ജാതി. ഇതൊക്കെ വ്യത്യസ്തമായ ഭാവത്തിലാണ്. അപ്പോഴും ഒളിച്ചു കിടത്തുന്നു. ഉള്ളിലുണ്ട്. ഉള്ളിലൊരുത്തനുണ്ടെങ്കിൽ അവൻ പൊയ്ക്കോട്ടെ. അവന് കൂടിയ ജാതിയാണ് അവന് ധാരണ ഉണ്ടെങ്കിൽ അവൻ പൊയ്ക്കോട്ടെ. അവൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്താൽ മതിയല്ലോ. അവൻ ഒരുത്തൻ കരുതി ഞാൻ ഭയങ്കര ജാതിയാണ്, മറ്റവന്മാരെല്ലാം മോശമാണ്. അത് അവൻ്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്. അവൻ തന്നെ ഉള്ളിൽ മാറേണ്ടതാണ് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാഹിത്യം രചിക്കേണ്ട കാര്യമില്ല. തിരിച്ചും അത് തന്നെ. ഞാൻ അടിസ്ഥാനപരമായി പറയുന്നത് കാസ്റ്റ് ഈസ് എ സൂപ്പർസ്റ്റിഷൻ. അതൊരു ഡെല്യൂഷനാണ്. അതെല്ലാവരും പങ്കിടുന്നു, എല്ലാവരും കൈയടിക്കുന്നു, അതുകൊണ്ട് നേട്ടമുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു സൂപ്പർസ്റ്റിഷൻ അല്ലാതാകുന്നില്ല. ഇന്ന് കേരളത്തിലെ ജാതിവാദികളെല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കാസ്റ്റ് ഈസ് എ സൂപ്പർസ്റ്റിഷൻ എന്നുള്ളത്. വലിയ ജാതിവാദികളൊക്കെ പ്രസംഗിക്കുന്നുണ്ട് ജാതി അന്ധവിശ്വാസം തന്നെയാണ്. ഇത് ഒരു 5 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പലരുടെയും പ്രസംഗം. ഇനി കുറച്ചുകൂടെ കുറെ പേപ്പർ കൂടെ കിട്ടാറുണ്ട്, സപ്ലൈ ആണ്, കിട്ടിക്കോളും എന്ന് എനിക്ക് അതിനകത്ത് പറയാനുണ്ട്.